എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രനെ കോളേജ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആര്യം ചെല്ലുവാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്കാണ് ആര്യന കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം മീനാക്ഷി ചേച്ചിയുടെ ജോലിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മീനാക്ഷി ചേച്ചി കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു പറയണം. ഇത് കേട്ടത് മിത്രയ്ക്കൊരു ഞെട്ടലുണ്ടായി. സത്യമാണോ ആര്യ പറയണേന്ന് ചോദിക്കുകയാണ്. അതെ, സത്യം പറയണമെന്ന് പറയാം. അന്ന് ഒരു കാര്യം ചെയ്യും, ഞാൻ മീനാക്ഷി ചേച്ചിയുടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര എന്ത് ചെയ്യണം, എന്നോട് വണ്ടി നിർത്താൻ പറയണം. അങ്ങനെ അവിടെ ഇറങ്ങി നിന്നിട്ട് മീനാക്ഷിനെ വിളിക്കുകയാണ്. മീനാക്ഷിനെ വിളിച്ചിട്ട് എന്താ മീനാക്ഷി ചേച്ചി, എന്താ പ്രശ്നം, എന്താ ഇപ്പൊ ആര്യനെ എന്നോട് പറഞ്ഞ് ന്യൂസിനകത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. അതോ, അത് ഞാൻ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച് പരാതി കൊടുത്തിരിക്കുന്ന. പക്ഷേ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാ. അറിയാലോ, എനിക്കറിയാം മീനാക്ഷി ചേച്ചി അങ്ങനെയും ചെയ്യത്തില്ലെന്ന്. ഇത് പക്ഷേ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാം ഇത്രേ. അതിനകത്ത് ഞാൻ വീണു പോവായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേദനയില്ല, വിഷമമില്ല എന്ന് പറയണം. എന്നാലും എന്തിനാ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. പോരാത്തേന് ദേ അച്ഛനും അമ്മയൊക്കെ എന്നെ സപ്പോർട്ടായിട്ടുണ്ട്. അവരെന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ലെന്ന് പറയണം. ഒരു വിഷമോ സങ്കടം ഒന്നും ഇല്ലെന്ന് പറയണം. ജോലി പോട്ടെ എന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറയാം. ഇതോടെ മിത്ര പറഞ്ഞു, അല്ല അത് പിന്നെ വല്ലാത്ത പ്രശ്നമാവൂലേ ചേച്ചി? എത്രമാത്രം ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാ, അത് ശരി തന്നെയാ. പക്ഷെ ഒരാൾ നമ്മളെ മനഃപൂർവ്വം തകർക്കാട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ജോലി പോയാലും നമുക്കത് വേദനിക്കാൻ പറ്റില്ല എന്ന് പറയണേ. കാരണം നമ്മളെ നശിപ്പിക്കാൻ മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം. ഇതിന് പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ട് മിത്രേ. പക്ഷെ ആരാന്നും അറിയത്തില്ല. നമുക്ക് ആരുടെ മേലെ കുറ്റമൊന്നും ആരോപിക്കാൻ സാധിക്കില്ല എന്ന് പറയാം. മിത്ര പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചേച്ചിയുടെ ഭാഗത്ത് ന്യായമെങ്കിൽ ചേച്ചിക്ക് ഉറപ്പായിട്ട് നീതി ലഭിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിത്ര കോള് കട്ട് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആരും ചോദിച്ചാൽ എന്താ പറഞ്ഞെന്ന് ചോദിക്കുവാണ്. അത് പിന്നെ ചേച്ചിക്ക് ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നറിയോ, വീട്ടുകാർ മൊത്തം ചേച്ചിക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്ന്. അതിനേക്കാൾ നല്ലൊരു കാര്യം വേറെ കിട്ടാനില്ലോ എന്ന് പറയണം. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം മിത്ര പറഞ്ഞു, അല്ല ഇന്നല്ല പൈസ കൊടുക്കേണ്ടത്, വിശ്വത്തിന് 50,000 രൂപ കൊടുക്കേണ്ട ദിവസമില്ല ഇന്നെല്ലാരും ചോദിക്കും. ഇത് കേട്ടതും ആരിനൊന്നും മിണ്ടിയില്ല. എന്താ ആര്യ, ഞാൻ ആ വള കൊണ്ടേ പണയം വെച്ച് ആ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് അല്ലായിരുന്നോ? പിന്നെ ആര്യൻ എന്തിനാ അത് വേണ്ടാന്ന് വെച്ചത്? ദേ അതിനെക്കുറിച്ച് ഇനി നമ്മൾ സംസാരം വേണ്ട. ആ പൈസ നിന്റെ വീട്ടുകാർക്ക് ഞാൻ തിരിച്ചു കൊടുത്തെന്ന് പറയണേ. അതിപ്പോ തിരിച്ചു കൊടുത്തു. ഞാൻ നിന്റെ അച്ഛനും അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഹോ, അത് കൊടുത്തുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വള പണയം തിരിച്ചെടുക്കണ്ടായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പൈസ കൊടുക്കായിരുന്നല്ലോ. ഇനിയിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിശ്വത്തിനോട് ഞാൻ അവന്റെ ഇളയച്ചനോട് ഒരാഴ്ചത്തെ സമയം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതിനോട് നമുക്ക് കൊടുക്കാം. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഓരോ ദിവസം തള്ളി നീക്കാനായിട്ട് ആന്റി എത്രമാത്രം കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ടെന്ന കാര്യം എനിക്കറിയാം. ഇനിയിപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആന്റിയിൽ എവിടുന്ന പൈസ ഇരിക്കുന്നേ? 1-2 രൂപയല്ല, 50,000 രൂപ കൊടുക്കട്ടെ ഒരാഴ്ചക്കുള്ളിൽ. എന്താ അതിന് വല്ല ലോട്ടറി അടിക്കുമെന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് നന്ദിത എന്ത് ചെയ്യാണ്, അനന്തന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അനന്തന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അതെ, മീനാക്ഷിയുടെ ജോലി പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. മീനാക്ഷിയുടെ ജോലി 2 ദിവസത്തിൽ പോകും, ഉടനെ നടപടി ഉണ്ടാവുന്ന ന്യൂസിനകത്ത് കേട്ടായിരുന്നു അനന്തേട്ടാ. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാന്നറിയോ? ആരാ? അച്യുതനും അലോകും ഒക്കെയാന്ന് പറയണം. അച്യുതനും അലോകും ഒക്കെയോ? അവരെങ്ങനെ? പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ്. രഞ്ജിനി അങ്ങോട്ട് വന്നതും അവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയത് എല്ലാ കാര്യങ്ങളും പറയണം. ഇതൊക്കെ കേട്ടിഞ്ഞപ്പത്തിന് ആനന്ദം പറഞ്ഞു, ദൈവമേ അവര് കാണിച്ച എത്രമാത്രം വൃത്തിയായിട്ട് പരിപാടിയെ കാണിച്ചേ. കാര്യം പറഞ്ഞ ദേവമംഗലത്തുമായി ശത്രുതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേ അവിടുത്തെ ആ കൊച്ചിന്റെ ജോലി കളയാൻ പാകത്തിന് ഇത്രയ്ക്ക് നിഷ്ഠ ജന്മങ്ങളാണോ എന്റെ അനിയനൊക്കെ ചോദിക്കുവാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്താനേ ശ്രമിക്കുള്ളൂ പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ അറിയണം. മുത്തശ്ശിയോട് എന്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ ആ കൊച്ചിന് ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ആ കൊച്ചു നല്ലവളാ, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദേ ഇത്രയും നാളുകളായി വന്നിട്ട് ഇതുവരെ ആയിട്ട് ഒരു പ്രശ്നത്തിനും ആ കൊച്ചു പോയിട്ടുമില്ല. പിന്നെ കൈക്കൂലി ഒന്നും മേടിക്കുന്ന ഇന്ന് വരെ കേട്ടിട്ടുമില്ല. ആ കൊച്ചിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയുള്ളേ. എന്താ നീ ഒരു കാര്യം ചെയ്യുക, അച്യുതനോടൊന്ന് പറ. എന്തേലും ഉണ്ടെങ്കിൽ ദേ ആ രഞ്ജിനെ കൊണ്ട് തന്നെ ആ കേസം കൊണ്ട് പിൻവലിക്കാനൊക്കെ പറ. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണേന്ന് ചോദിക്കുകയാണ്. ഞാൻ സംസാരിച്ച് നോക്കാമേ എന്നൊക്കെ പറയുന്നതുകൊണ്ട് അച്യുതൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മിത്ര എന്ത് ചെയ്യും, വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനുമാണ് നന്ദിതയുടെ കോള് വരുന്നത്. മിത്ര കോൾ എടുക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മയാണല്ലോ വിളിക്കുന്നത്. പെട്ടെന്ന് ആരും കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇനി എടുത്ത് ആരും എന്തെങ്കിലും പറയുമോ? പിന്നീട് രണ്ടും കൽപ്പിച്ചെടുക്കുക. ഒരു പക്ഷേങ്കിൽ ആ സ്വർണത്തിന്റെ കാര്യം പണയം വെച്ച കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അങ്ങനെ ഒരു ചിന്തയാണ് മിത്രയുടെ മനസ്സിലുണ്ടാകുന്നത്. പെട്ടെന്ന് മിത്ര കോൾ എടുത്തു. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കാം. മോളെ നിനക്ക് സുഖമാണല്ലോ എന്ന് ചോദിക്കാം.
അതമ്മ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അത് മോളെ ഇപ്പം ഞാൻ വിളിച്ച മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാന്ന് പറയണം. മറ്റൊരു കാര്യം? എന്ത് കാര്യം? അല്ല അത് പിന്നെ ആ മീനാക്ഷിയുടെ ജോലിക്കാര്യത്തെക്കുറിച്ച്. മീനാക്ഷിയുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് അമ്മ എന്തിനാ അന്വേഷിക്കണമെന്ന് ചോദിക്കുക. അത് അതൊരു ട്രാപ്പാ മോളെന്ന് പറയണം. മീനാക്ഷിനെ മനഃപൂർവ്വം കുടുക്കിയതാ. അത് ഇന്ന് തന്നെ നടന്നില്ലേ, ഒരാൾ കൈക്കൂലി കേസിൽ ഒരാൾ കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന്. ആ സദാനന്ദൻ എന്ന് പറയുന്ന അയാൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറയാണ് കൃഷ്ണമംഗലത്ത്. അയാൾ മാത്രമല്ല, ആ രഞ്ജിനിനെ അറിയാലോ, അലോകിന്റെ അച്യുതന്റെ ഒക്കെ ഒരു ബന്ധു കൂടിയല്ലേ അവള്. അപ്പൊ അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറയണം. എന്നിട്ടോ അവർ തമ്മിൽ ചെറിയ ഗൂഢാലോചനകളൊക്കെ ഇവിടെ നടന്നായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. മീനാക്ഷിക്കല്ല മിത്ര പറഞ്ഞു, അല്ല അമ്മ എന്തൊക്കെയാ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കണം. അതമോളെ മീനാക്ഷിയുടെ ജോലി കളയാനായിട്ട് അവര് മനഃപൂർവ്വം ഒരു പ്ലാനൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വർക്കാവുകയും ചെയ്തു. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് കേട്ടതും മിത്രം എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മയെന്ന് പറയണം. വിശ്വസിക്കണം, ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ. അതെ, ഞാൻ അതിന്റെ വീഡിയോസ് പിടിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ സംസാരിക്കണേന്ന് പറയാണ്. ഞാൻ മോളുടെ ഫോണിലേക്ക് ഇട്ടുതരാം. എനിക്ക് ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലോ, മോൾ എന്തെങ്കിലും ചെയ്യുക. ഒരു കാരണവശാലും ആ കുട്ടിയുടെ ജോലി നഷ്ടപ്പെടല്ലെന്ന് പറയണം എന്ന് പറഞ്ഞ് അന്ത്യത പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക. കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഈ സമയം അനന്തൻ എന്ത് ചെയ്യാൻ ഹാളിലേക്ക് ഇല്ലോണം. അപ്പൊ അലോക് അവിടെ നിൽക്കുന്നുണ്ട്. അലോനോട് ചോദിച്ചു, അച്ഛൻ എന്തിയെന്ന് ചോദിക്കണം. അച്ഛനോട് വേണ്ട, വിളിക്കാൻ പറയണം. അങ്ങനെ അച്യുതൻ അങ്ങോട്ട് വന്നു. എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ഇത്രയും കാലം നമ്മൾ രണ്ടുപേരും ഇരുമയ്യാണെങ്കിൽ ഒരേ മനസ്സോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. നീർകെട്ട കാര്യങ്ങളും നമ്മളങ്ങനെ ചെറിയ ചെയ്തിട്ടില്ല എന്ന് പറയണം. അല്ല ഇപ്പൊ ഇതെന്താ ഏട്ടൻ ഇതൊക്കെ പറയാൻ കാരണം? അല്ല ആ മീനാക്ഷി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ജോലി കളയാനായിട്ട് നീ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അലോക് പറഞ്ഞു, അല്ല വെല്ലിച്ചൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ, നമ്മുടെ ശത്രുക്കളല്ലേ എന്ന് ചോദിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശത്രുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളി നടക്കുന്നെങ്കിലും ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു പറയണം. സത്യം പറ, നിങ്ങളാണ് അവളുടെ ജോലി കളയാനായിട്ട് ശ്രമിച്ചതെന്ന് ചോദിക്കുക. അച്ഛന്ന് പറഞ്ഞു, അതെന്തിനാ ഏട്ടൻ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? നമ്മുടെ ശത്രുവല്ലേ. ആ ക്വാറിക്ക് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി എത്ര നാൾ അവളുടെ പുറകെ നടന്നു, എന്നിട്ടോ അവൾ തന്നോ? അപ്പൊ അവൾക്കൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇതൊന്നും അല്ല പണി, ഒരാളുടെ ജോലി കളയിച്ചിട്ടാണോ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഓ, ഏട്ടൻ എന്നാ വലിയ പുണ്യാളനായത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏട്ടന് മകളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്ന് ഓർത്തോണ്ട് ഏട്ടന് അവരുടെ ഭാഗത്തേക്ക് ഒരു ചായവൊന്നും ഏട്ടന് വേണ്ട. അറിയാലോ, ഏട്ടൻ കൃഷ്ണമംഗലത്തെയാണ് എപ്പോഴും ഒരു ചിന്ത വേണം. നമ്മുടെ ശത്രുവാ ദേവമംഗലത്തുള്ളവര്, ആ ഒരു ഓർമ്മയും വേണമെന്ന് പറയാം. ഇത് കേട്ടാ അനന്തം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യത്തൊന്നും എനിക്ക് ഒരിക്കലും കൂട്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. നാളെ ഒരു കാലത്ത് നിങ്ങളായത് ചെയ്തതെന്ന് പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നിങ്ങൾ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലുള്ളൂ. കാരണം സത്യസന്ധമായ ഒരു ഓഫീസറാണ് ആ മീനാക്ഷിയെ. അപ്പൊ ആ മീനാക്ഷിയെ കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി അലോകിനും അച്ഛനും. അവര് പരസ്പരം നോക്കുകയാണ്. പിന്നീട് ദേഷ്യപ്പെട്ട അനന്തൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും രാജേശ്വരി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ, പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ, ഇതാ പറഞ്ഞേ, ഇവിടെ ഒരു നല്ല കാലം ഉണ്ടാകുന്ന ഇഷ്ടമില്ല. ഇപ്പൊ അവരുടെ മോള് മിത്ര അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇനി എത്ര നാളത്തേക്ക് ഇങ്ങനെ പോകുന്ന ദൈവത്തിന് മാത്രം അറിയാന്ന് പറയണം. അപ്പോഴേക്കും നന്ദിത മുത്തശ്ശി അങ്ങോട്ട് വരുവാണ്. നന്ദിതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എല്ലാം ഓരോന്ന് ഒപ്പിച്ചു വന്നിട്ട് ഞങ്ങൾക്കിട്ട് മനഃപൂർവ്വം പണി തരുമല്ലേന്ന് ചോദിക്കുകയാണ്. ഏട്ടാ നന്ദ, ഞാൻ എന്ത് പണിയെന്നാ എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേച്ചി ആയിരിക്കും ഇതിന്റെ പിന്നിലുണ്ടായിരിക്കുന്നത്. ചേച്ചി ആയിരിക്കും ഇവിടെ രഞ്ജിനിയും സദാനന്ദനും അവരൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഏട്ടനോട് പറഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജേശ്വരി, നീ വെറുതെ ഇങ്ങനെയൊന്നും ഓരോന്ന് പറയണ്ട. നമ്മൾ ഒരു കാരണവശാലും തെറ്റൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അറിയാലോ, ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് എത്ര നല്ല ഐക്യത്തോടെ പോയിക്കൊണ്ടിരുന്നേ. ഇപ്പോഴല്ലേ ഇങ്ങനെ മറിയോട് കൂടിയൊരു ജീവിതം. എന്തിനാ ഇതൊക്കെ? നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ച് കഴിയേണ്ടല്ലെന്ന് ചോദിക്കണം. സ്നേഹം പോലും. അതെ, ഒരു കാര്യം ഞാൻ പറയാൻ നന്ദിത, ഞങ്ങൾ എന്ത് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കും ഞങ്ങളാ. നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ വരണ്ടെന്ന് പറയണം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ആണോ? അതൊരു പുതിയ അറിവാണല്ലോ രാജേശ്വരി എന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിൽക്കുവാണെങ്കിൽ മര്യാദ അടങ്ങി ഒതുങ്ങി നിന്നോണം. അല്ലാതെ ഇതുപോലത്തെ വേലത്തരങ്ങളുമായിട്ട് വന്നാണ്ടല്ലോ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് വാ നന്ദിത എന്ന് പറഞ്ഞ് നന്ദിയുടെ കയ്യെ പിടിച്ച് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. രാജേശ്വരിക്ക് അത് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഈ സമയം സങ്കടപ്പെട്ടിരിക്കുന്ന മീനാക്ഷിയുടെ ഫോണിലേക്ക് മിത്രയുടെ കോള് ചെല്ലുവാണ്. അവൻ മിത്രയുടെ വിളി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി, എന്താ മിത്ര, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. അതെ, ചേച്ചിക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോണെന്ന് പറയാം. സന്തോഷമായിട്ടുള്ള കാര്യം അതെന്താ? ഞാൻ ചേച്ചിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ ഇട്ട് തരും, ചേച്ചി അത് കണ്ടു നോക്ക്. എന്നിട്ട് ചേച്ചിക്ക് ഉപകാരപ്പെടുമോ നോക്ക്. എന്ത് വേണം ചെയ്യുക. ഒരു കാരണവശാലും ചേച്ചിയുടെ ജോലിയൊന്നും പോകുന്നില്ല. കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ
ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി നോക്കുകയാണ്. അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി തനിക്കെതിരെ ഗൂഢാലോചന ഇതാണ്. ഈ ഒറ്റ ഇത് തെളിവ് മാത്രം മതി തനിക്ക് തന്റെ ജോലിയിൽ തുടരാനും പിന്നീട് അലോകനിട്ടും അച്യുതനിട്ടും ആ സാമൂഹ്യ പ്രവർത്തക രഞ്ജിനിക്കിട്ടും ഒരു പണി കൊടുക്കാണ്ട് അവർ തന്റെ കാലിക്കീഴ് ഈ വീഡിയോ പുറത്തു വിട്ടാൽ അവർ തന്റെ കാലിക്കുചൂട്ടിലേക്ക് വരും. എന്ത് ചെയ്യണം തനിക്കറിയാം എന്ന് സന്തോഷത്തോടെ മീനാക്ഷി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം മിത്ര ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആര്യം പറഞ്ഞു, എന്താ നീ എന്താ കാര്യമായിട്ട് നോക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ടല്ലോ എന്നെ കൂടെ കാണിക്കാൻ പറയണം. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ. മിത്രയുടെ കയ്യെ കയറി പിടിച്ച ഫോണും കൂടെ പിടിച്ചു വാങ്ങാൻ തുടങ്ങുവാണ്. മിത്ര വിട്ടുകൊടുത്തില്ല. മിത്ര ഫോണും കൊണ്ട് ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും ആരും കയ്യെ കയറി പിടിച്ചു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തമായി. രണ്ടുപേരും കൂടെ ബെഡിലേക്ക് വീഴുവാണ്. പെട്ടെന്ന് ആരും മിത്രയുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കുകയാണ്. മിത്രയ്ക്ക് എന്തോ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ടെൻഷനോ എന്തോ വിറയലോ എന്തൊക്കെയോ ഒന്ന് അനുഭവപ്പെട്ടു. ഇങ്ങനെ ആരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ മിത്രയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആരും ആ ഫോൺ നിങ്ങൾ തരാൻ പറയാണ്. എന്തിന്? ആ ഫോണിനകത്ത് എന്തോ കാര്യമുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ. എന്റെ ഫോണല്ലേ, ആരുടെ ഫോൺ ആരും എടുത്തോളാൻ പറയണ. നീ തരത്തില്ലല്ലേ എന്ന് ചോദിക്കണം. ഇല്ല. വീണ്ടും അവിടെ കിടന്ന് പിടുത്തം ഉണ്ടാകുകയാണ്. അവസാനം അവർ രണ്ടുപേരും കെട്ടിമറിയാണ്. ഒരു നിമിഷം ആരിനും മിത്രായനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കിടക്കുവാണ്. രണ്ടുപേരും പരസ്പരം മറന്നങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെയാ. അപ്പൊ ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. ഇത് പ്രമോ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. ഒരു കാര്യം ഉറപ്പാ, ഇനി നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.